ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനിവിടെ സുഖമായിട്ടിരിക്കണോ എന്ന് ചോദിച്ചാൽ സുഖമായിട്ടിരിക്കണു, പക്ഷേ ചെറുതായിട്ട് പനി വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പനി വരുന്നുണ്ട് കേട്ടോ. സൗണ്ടൊക്കെ മാറി, ചുമയൊക്കെ വരുന്നുണ്ട്, ചെറുതായിട്ടൊരു ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പനി വരുന്ന എല്ലാ ലക്ഷണങ്ങളും എനിക്ക് കാണാനുണ്ട്. മിക്കവാറും 8ൻ്റെ പനി വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. പനി പിടിക്കുന്ന എല്ലാ ലക്ഷണവും കാണാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ എഡിറ്റൊക്കെ ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടോയെന്നാവുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ താലപ്പൊലിയാണ് കേട്ടോ. എൻ്റെ നാട്ടിലെ ആഘോഷമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ എൻ്റെ ഫാമിലി മൊത്തം താലപ്പൊലി കാണാൻ പൂരപ്പറമ്പിൽ പോയിരിക്കുക കേട്ടോ. പോയിരുന്നതും നമ്മൾ തീറ്റയില്ല, മെയിൻ നമ്മൾ പൂരം കാണാൻ പോകണത് തന്നെ അവിടുത്തെ ഐസും കായബജ്ജി, മുളക് ബജ്ജി എല്ലാം വാങ്ങി കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പാറപ്പുറത്ത് അങ്ങോട്ട് പോയതും നല്ല ചൂടോടെ കായബജ്ജി വന്നു കേട്ടോ. കായബജ്ജി പറഞ്ഞു, ഒന്നും നോക്കിയില്ല, വേഗം കായബജ്ജി വാങ്ങി കഴിച്ചു. കായബജ്ജി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ദേ വരുന്നു ശിവേട്ടൻ, ഐസ്ക്രീമായിട്ട് വരുന്നു. അതാ പിടിക്കട്ടെ എല്ലാവർക്കും ഐസ്ക്രീം. അപ്പോൾ വേഗം അങ്ങോട്ട് ഐസ്ക്രീമും കഴിച്ചു കേട്ടോ. കോൺ ഐസ്ക്രീം എല്ലാവർക്കും കഴിച്ചു കേട്ടോ, എല്ലാവരും കഴിച്ചു. നമ്മൾ പൂരം കാണാൻ പോവാന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പാറപ്പുറത്ത് പോവുക. ആ ചൂടുള്ള പാറപ്പുറത്ത് അങ്ങോട്ട് കയറിയിരിക്കും, നല്ല സുഖമല്ലേ ചൂടുള്ള പാറയിൽ കയറിയിരിക്കാൻ. പാറയാണ് കേട്ടോ അവിടെ. അപ്പോൾ പാറപ്പുറത്ത് കയറിയിരുന്നിട്ടാണ് നമ്മൾ പൂരം കാണുക. അപ്പം നല്ല സുഖം കേട്ടോ ചൂടത്ത് പാറപ്പുറത്ത് പോയി. അപ്പം അങ്ങനെ ആദ്യം കായബജ്ജി കഴിച്ചു, പിന്നെ ഐസ്ക്രീം കഴിച്ചു. ദേ കിടക്കുന്ന വീണ്ടും മുളക് ബജ്ജി, നല്ല അടിപൊളി മുളക് ബജ്ജി ആയിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, മുളക് ബജ്ജി അങ്ങോട്ട് കഴിച്ചു. പിന്നെ എന്താ കഴിക്കുക എന്ന് ആലോചിക്കുമ്പോൾ പിന്നെയും അച്ചു പോയിട്ട് ഐസ്ക്രീം പിന്നെയും വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോഴേക്കും രാത്രി കേട്ടോ. വൈകുന്നേരം ഒരു 4 മണിക്ക് പോയിരുന്നതാണ്, സമയം 7 മണിയാകുമ്പോഴേക്കും ഈ കണ്ട സാധനങ്ങൾ മൊത്തം ഞങ്ങൾ തിന്നു കഴിഞ്ഞു കേട്ടോ. കാരണം ഭയങ്കര ചൂടല്ലേ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവൾ പൂരം കാണാൻ പോയതാണോ തിന്നാൻ പോയതാണോ എന്ന്. എന്താ ചെയ്യുക, രണ്ടിനും വേണ്ടി പോയതാണ്. ഇതൊക്കെ തിന്നിട്ടാണോ എനിക്ക് പനി വരുന്നത് എന്നുള്ള ശക്തമായ സംശയമുണ്ട്. പേടിക്കേണ്ട, ഇതൊക്കെ വലിച്ചു വാരി തിന്നിട്ടാണ്. പനി, ചുമ, ഛർദി, വേറൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ അത് വരുമോയെന്ന് അറിയില്ല കേട്ടോ. അപ്പം എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും ഇനി നമുക്ക് നമ്മുടെ അടിപൊളി വെടിക്കെട്ട് കാണാം കേട്ടോ. കണ്ടോക്കൂ. എന്താണ് എവിടെ പൊട്ടുന്നു? പൊട്ടും പറഞ്ഞിട്ട് പോരട്ടെ
പക്ഷെ ഇത് പോയത് പടക്കം പോയായിരുന്നു. അതിലിങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ഇതാണേ പാരഷൂട്ടില് കൊടയാണോ അല്ലേ? കൊടയത് കൊട എണ്ണം കുറവാ, ഒറ്റൊന്നുള്ളൂ അല്ലേ? പറക്കുന്നുണ്ടോ? കൊട എടുക്കണ്ട, കൊടയോ? ഞാൻ ഇതന്നെ വാങ്ങാൻ പോകും. ലേസർ നോക്കട്ടെ, മോൻ നോക്കട്ടെ. നിന്നെ കാണിക്കണേ. ലൈവ് അല്ല, ലൈവ് ഒക്കെ കഴിഞ്ഞു.